Hi friends, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ബർഫിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുവാൻ പറ്റും. അതിൽ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബർഫിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇത് മറയൂർ ശർക്കരയാണ്, അത് കാരണം നമുക്ക് അരിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല, നല്ല ശർക്കരയാണ്. അപ്പൊ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത് അത്ര പ്യുവറാന്നുള്ളത്. പിന്നെ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, അത് ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. നട്ട്സ് ഓപ്ഷണലാണ്, കാഷ്യൂ നട്ട്സ് ഏതെങ്കിലും നട്ട്സ് മതി. പിന്നെ ഒരു ട്രേ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ആദ്യം തന്നെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വയ്ക്കണം. അപ്പോൾ ബട്ടർ പേപ്പർ ഒന്നുമില്ല, ചുമ്മാ നെയ്യ് ഒരു പ്ലേറ്റിലെങ്ങനെ തടവി വച്ചാൽ മതി. അത് ആദ്യം തന്നെ അങ്ങനെ ഒരു പ്ലേറ്റ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതാ നെയ്യ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം വേണം ഗോതമ്പ് പൊടി ചേർക്കാനായിട്ട്. ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഈ നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും ഇതിങ്ങനെ നെയ്യൊക്കെ ഇറങ്ങി വരാനായിട്ട്. അതുപോലെ ഇതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. പിന്നെ നല്ലൊരു ഈ ഗോതമ്പ് പൊടി വറുത്തെടുക്കണേ നല്ലൊരു മണമൊക്കെ വരും. ഇതാ ഇപ്പൊ ഇതിൽ നിന്നും നെയ്യൊക്കെ ഊറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേണ്ടില്ലേ, സൈഡിൽ കൂടെ ഒക്കെ നെയ്യ് വന്നാണ് വേണ്ട. ഇതിങ്ങനെ ഈ നെയ്യിലിട്ട് വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗോതമ്പിന്റെ ഒരു ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഗോതമ്പിന്റെ. ചിലർക്കൊന്നും ഗോതമ്പിന്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടാവില്ലല്ലോ, അപ്പൊ ഗോതമ്പിന്റെ ആന്ന് പോലും പറയില്ലത്. ഇതാ ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടുണ്ട്, നെയ്യൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയെടുത്ത ഒരു ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ശർക്കര ചേർക്കേണ്ടത്. ഇത് ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്തെടുക്കണം, എന്നാലേ ഇത് ശരിക്കും മിക്സ് ആവത്തുള്ളൂ. ഇതിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഗ്രീസ് ചെയ്ത് വെച്ച ട്രെയിലിട്ട് മാറ്റാം. ചൂടോടുകൂടി തന്നെ ഇത് ലെവൽ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പിന്നെ സെറ്റ് ചെയ്യാൻ പാടായിട്ട് വരും. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു നട്ട്സ് എടുത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കിത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫിയാണ് കേട്ടോ ഇത്. നമ്മുടെ സോയൻ പപ്പടിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഇതിന് ഉള്ളത്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ശരിക്കും റോസ്റ്റ് ചെയ്തെടുക്കണം. ആ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഒരു 15 മിനിറ്റ് 10-15 മിനിറ്റെങ്കിലും കുറഞ്ഞത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ടേസ്റ്റിൽ നമുക്കിത് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നെയ്യിൻ്റെ അളവ് ഒരു കാരണവശാലും കുറയ്ക്കരുത്, കൂട്ടിയാലും വേണ്ടില്ല, കുറയ്ക്കരുത്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആട്ട ബർഫി റെഡി ആയിട്ടുണ്ട്. ഈ ആട്ട ബർഫി എന്ന് പറയുന്നത് ഒരു പഴയകാല ഗുജറാത്തി സ്വീറ്റാണ്. അവിടെ ഇതിൻ്റെ പേര് സുഖദി എന്നാണ്. ഞാൻ ഈ ബർഫി ഉണ്ടാക്കിയത് ഈ ആശീർവാദിൻ്റെ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 10-15 ദിവസം വരെയൊക്കെ നമുക്ക് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.